നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ വളരെ ഫാസ്റ്റായിട്ടും സിമ്പിളായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ചറുകൾ ഉപയോഗിക്കും. ഡിഫാൾട്ടായിട്ട് ഫോണിൽ ഒരു ലോഞ്ചർ ഉണ്ടാവും, പക്ഷേ അതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചറുകൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. അതുപോലത്തെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെറും 800 KB മാത്രം ഫയൽ സൈസ് ഉള്ള ഒരു ലോഞ്ചറാണ് ഈ വീഡിയോ. വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല, ഈ ലോഞ്ചർ ഉപയോഗിച്ചാൽ നമുക്ക് ബാറ്ററി കൺസ്യൂമും ഫോണിൽ മാക്സിമം കുറയ്ക്കാനാവും. ഏതാ ഈ ലോഞ്ചർ? ഈ ലോഞ്ചറിന്റെ പേരാണ് ഓ ലോഞ്ചറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഇതിന്റെ യൂസേജ് ഇന്റർഫേസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ഈ ലോഞ്ചർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമുക്ക് അവിടെ സെറ്റ് ആവും. സെറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വരിക, വേറെ ഒന്നുമില്ല. നമ്മളെ ഫോണിലുള്ള വാൾപേപ്പർ ഉണ്ടാവും, അതിന്റെ കൂടെ ഇവിടെ ആപ്പ് എന്നും പറഞ്ഞിട്ട് സംഭവം കാണുന്നുണ്ടാവും. ഓരോന്നിലും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ, നമുക്ക് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ഡീഫാൾട്ട് ആയിട്ടുണ്ട്. അത് 4 ഞാനിവിടെ 4 ആപ്ലിക്കേഷൻ ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ഇങ്ങനെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൾ ചെയ്യാനുള്ള കോൾ ലോഗ് അത് ഇതൊക്കെ വരും. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആക്കാം. ഇനി നമുക്ക് മേലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻസ് തീർത്ത് ഇവിടെ വരും. ഇവിടെ സെർച്ച് ചെയ്തെടുക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ആപ്ലിക്കേഷന്റെയും പേര് മാത്രം എഴുതി കാണിക്കും, ഐക്കൺ അനിമേഷൻ ഒന്നും കാണിക്കില്ല. ഇനി നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ടുള്ള എവിടെയെങ്കിലും ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് വരും, ലോഞ്ചറിന്റെ സെറ്റിംഗ്സ് വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താം. ഇവിടെ നമുക്ക് ഹോം സ്ക്രീനിൽ എത്ര ആപ്ലിക്കേഷൻ കാണണം എന്നുള്ളത് ഡീഫാൾട്ടായിട്ട് 4 ഉണ്ടാകുക. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ 8 വരെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റാറ്റസ് ബാർ നമുക്ക് കാണണമെങ്കിൽ ഷോ സ്റ്റാറ്റസ് ബാർ എന്നുള്ള ഇതൊന്ന് ഓഫിലുണ്ടാകുക. ഓൺ ആക്കി കൊടുത്താൽ ഇവിടെ സ്റ്റാറ്റസ് ബാർ കാണും. ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ആക്കാം. അത് ഓഫ് ആക്കിയാൽ കുറച്ചുകൂടി ഒരു ലുക്ക് തോന്നും ഫോണിന്. ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് ഓഫ് ആക്കാം. അതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മേലേക്കൊക്കെ സ്വൈപ്പ് ചെയ്താൽ എന്താ വേണ്ടതെന്നുള്ളത് ഇവിടുന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഡിഫാൾട്ടായിട്ട് ക്യാമറയും ഫോണും ആണെന്നുണ്ടാകുക. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലോഞ്ചർ. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ലോഞ്ചർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ സാധാരണത്തെ പോലെ ആവും. അതിനുശേഷം ഈ ലോഞ്ചർ അങ്ങാണ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് വീണ്ടും വരികയില്ല. സംഭവം അടിപൊളി കേട്ടോ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചർ. ഫോണിന്റെ ഇന്റർഫേസിൽ ഡേറ്റ് ആൻഡ് ടൈമും അത് കൂടാണ്ട് 4 ആപ്ലിക്കേഷന്റെ പേരല്ലാണ്ട് വേറെ ഒന്നുമില്ല. വളരെ ഫാസ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. സാരമല്ല, നമ്മൾ നോമ്പ് തുറന്നിട്ടാ കുടിക്കും. ആരോ ചോദിക്കുന്നിട്ട് നോമ്പിന് എന്തിനാ ബൂസ്റ്റ് എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.